ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് എമിനുവിൻ്റെ ഫസ്റ്റ് ബീച്ച് ഡേ ആണ് കേട്ടോ. അവളായിട്ട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. സിയമോളും ഒരു ബീച്ച് വെയർ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ എമിനുവിൻ്റെ ഒക്കെ ഔട്ട്ഫിറ്റ്. അവന് 3 മാസം കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഞങ്ങൾ പോണോടത്തൊക്കെ മാക്സിമം അവളെയും കൊണ്ടുപോകാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ എല്ലാമായിട്ട് അവൾ പൊരുത്തപ്പെട്ട് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അവളായിട്ട് ഞങ്ങൾ മാക്സിമം പുറത്ത് പോവാറുണ്ട്. അപ്പോൾ നല്ല വെയിൽ, യു എയിൽ ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ തുടങ്ങിയ സമയമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇത് ഞങ്ങളെ വണ്ടിയാണ് കേട്ടോ, അതായത് ഞങ്ങളെ കമ്പനി വണ്ടിയാണ്. പിന്നെ എനിക്ക് കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് യു എയിൽ ജോലി ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഒന്ന് ബീച്ചിൽ പോയിട്ട് ഈവനിങ് ആട്ടോ. നാളെ വീക്കെൻഡാണ്, അതായത് നാളെ സൺഡേ ആണ്, ഇന്ന് സാറ്റർഡേ ഈവനിങ്ങാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ അബുദാബിയിലുള്ള ബീച്ചുകളൊക്കെ ഈവനിങ്ങിൽ തന്നെ ക്ലോസ് ചെയ്യും. നൈറ്റിൽ നമുക്ക് അലോവ ചെയ്യൂല. മഗ്‌രിബിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ അത് ബീച്ച് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഉപ്പയും ഉമ്മയും അതുപോലെ പിന്നെ ഇവിടുത്തെ കാക്കുവിൻ്റെ മാമനും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ. അങ്ങനെ ഉദയരിയത്ത് ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. സിയമോൾ കുറേ ആയിട്ടോ ബീച്ചിലേക്ക് പോകണം പറയുന്നത്. അപ്പം പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫുള്ള് ബിസിയാണ്. പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ടാണ് ഡെയിലി ഒന്നും വീഡിയോ ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ എപ്പോഴാണോ വീഡിയോ എടുത്ത് വെക്കാറുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുന്ന സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സമയത്ത് ബീച്ച് നല്ല ഫുള്ളാണ്. പിന്നെ ഞാൻ മാത്രം കേട്ടോ ബീച്ചിൽ ഇറങ്ങാത്തത്. അവരെല്ലാം ബീച്ചിലിറങ്ങി കുളിച്ചിട്ടുണ്ടേനി. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ പോയിട്ട് ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ നമ്മൾ പോയിട്ടത് ഉമ്മാനെയും ഉപ്പാനെയും ഇവിടുത്തെ അബുദാബിയിലുള്ള ഫിഷ് മാർക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാത്രി ഇവിടെ 10-10 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതിന് മുന്നായിട്ട് നമ്മളൊരു 8 മണിക്കൊക്കെയാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫിഷ് മേടിക്കും വേണം. ഇവിടുന്ന് തന്നെ ഗ്രില്ല് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല റേറ്റാണ് ഫിഷിന്. നമ്മൾ ലുലു നെസ്റ്റോ എന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും റേറ്റ് കൂടുതലാവും. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് മേടിക്കണം. അപ്പോൾ 1-2 ഷോപ്പിലൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന 2-3 ടൈപ്പ് മീനും പിന്നെ കുറച്ച് ചെമ്മീനും കല്ലുമ്മക്കായ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ടോ മേടിച്ചത്. ഇനി ഇത് ഇവിടെ തന്നെ കുറേ ഷോപ്പുകളുണ്ടല്ലേ. ഈ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പെർ kg 50 ദിർഹംസിന് അവരിത് നമുക്ക് ഇഷ്ടപ്പെട്ട മസാലയിൽ ഗ്രില്ല് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ചെമ്മീൻ നമ്മൾ റോസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ അത് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു 45 മിനിറ്റിൻ്റെ ശേഷം ആട്ടോ കിട്ടിയത്. പിന്നെ കിട്ടിയതിന് ശേഷം അതായിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കോർണിഷ് പാർക്കിലേക്ക് വന്നതാണ്. ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. രാത്രി ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എമിനുവിനെ ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട്. നാട്ടിൽ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഈ ചെറിയ കുട്ടീനായിട്ടാണ് ഈ പോണത് എന്നൊക്കെ കേട്ടോ. പക്ഷേ അവളെ ഇവിടുത്തെ എല്ലാതായിട്ടും പൊരുത്തപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം അവളെയും കൂട്ടിയിട്ട് തന്നെ പോണത് കേട്ടോ എല്ലായിടത്തേക്കും. അങ്ങനെ എല്ലാവരും കൂടി ലൈറ്റൊക്കെ അടിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണ്.